മദ്യനയ അഴിമതി കുംഭകോണത്തിൽ കുടുങ്ങി കോൺഗ്രസ് പാർട്ടി. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗലിന്റെ വീട്ടിലും മകന്റെ സ്ഥലത്തും ഇഡി റെയ്ഡ് നടത്തിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ അരുൺ സവോ ചോദിച്ചു. കുറെ കാലമായി മദ്യ അഴിമതിയെപ്പറ്റി ഇഡി അന്വേഷണം നടത്തി വരികയാണ് എന്നും പെട്ടെന്ന് എടുത്ത ഒരു റെയ്ഡ് അല്ല ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. മദ്യ കുംഭകോണ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുലർച്ചെ മുതൽ ഏജൻസി റെയ്ഡ് നടത്തുകയായിരുന്നു. ചൈതന്യയുടെ 15 സ്ഥലങ്ങളിൽ കേന്ദ്ര ഏജൻസി ഒരേ സമയം തന്നെ റെയ്ഡുകൾ നടത്തി. പൊതു ഖജനാവിൽ നിന്നും 2000-ലധികം കോടിയുടെ മദ്യ അഴിമതിയാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരിക്കുന്നത്. ഭൂപേഷ് ബാഗലിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. മദ്യ അഴിമതിയുടെ 2162 കോടിയാണ് ഭൂപേഷ് സർക്കാർ തട്ടിയിരിക്കുന്നത്. മദ്യ അഴിമതിയിലൂടെ തന്നെ വമ്പൻ നഷ്ടമാണ് സംസ്ഥാന സർക്കാരിന് പൊതു ഖജനാവിൽ ഉണ്ടായിരിക്കുന്നത്. ഭൂപേഷ് ബാഗൽ അധികാരത്തിലിരിക്കുന്ന 2019-2022 കാലത്താണ് മദ്യ അഴിമതി നടന്നിരിക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള മദ്യ വിൽപ്പനശാലയായ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥർ ഡിസ്റ്റിലിറ്റികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതായാണ് കേസുകൾ വന്നിരുന്നത്. ജനുവരിയിൽ കേസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കസാവി ഇഡി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം കോൺഗ്രസ് ഭരണകാലത്ത് ഡൽഹിയെ പോലെ തന്നെ ഛത്തീസ്ഗഡിലും ഒരു മദ്യ അഴിമതി കുംഭകോണം നടന്നിരുന്നു. ഈ അഴിമതി 2161 കോടി രൂപയുടേതാണ്. ഈ കേസിൽ മുൻ എക്സൈസ് മന്ത്രി കവാസി അവർ അടക്കം തന്നെ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. മന്ത്രിയായിരിക്കെ തന്നെ ഈ മദ്യ കച്ചവടത്തിൽ 72 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് അദ്ദേഹത്തിന് എതിരെയുള്ള ആരോപണം. മന്ത്രിയെ കൂടാതെ തന്നെ അനിൽ ടുഡേജ, അതുപോലെ തന്നെ അൻവർ AP ത്രിപാഠി എന്നിവരുൾപ്പെടെ തന്നെ നിരവധി പ്രതികളും ഈ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. അന്വേഷണത്തിന്റെ വ്യാപ്തി വികസിപ്പിക്കുമ്പോൾ തന്നെ ഈ അഴിമതിയുടെ പങ്കാളികളായ ആൾക്കാർ ഒന്നിനു പുറകെ ഒന്നായി തന്നെ തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ റെയ്ഡ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുക മാത്രമല്ല, കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. 2019 സംസ്ഥാനത്തെ ലൈസൻസ് ഉള്ള മദ്യശാലകളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഹോളോഗ്രാമുകൾ ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ അനധികൃത മദ്യം വിറ്റ സംഭവം പുറത്തു വരുമ്പോഴാണ് ഈ മദ്യനയ കുംഭകോണം പുറത്തു വന്നിരിക്കുന്നത്. ഈ റാക്കറ്റ് കാരണം സംസ്ഥാന ഖജനാവിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹോളോഗ്രാം നിർമ്മിക്കുന്നതിനുള്ള കരാർ നോയിഡ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയായിരുന്നു നൽകിയിരുന്നത്. അതേസമയം ഈ അഴിമതിയെക്കുറിച്ച് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ ഇതുവരെയും ഇഡിയുടെ എല്ലാ നടപടികളും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ ഇനി സ്വന്തം മകനെതിരെ എടുത്ത നടപടി അദ്ദേഹം എങ്ങനെ സ്വീകരിക്കുമെന്നതും കണ്ടറിയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കുമെന്നാണ് ഇഡി വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.